ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ടൈറ്റിൽ റിമെമ്പർ മീ? ഇതിലെ ടൈറ്റിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് ക്വസ്റ്റ്യൻ? ദ ടൈറ്റിൽ റിമെമ്പർ മീ യൂസസ് ആൻ ഇൻട്രോഗേറ്റീവ് ഫോം ആസ് എ പോയറ്റിക് ഡിവൈസ്. പോയറ്റിക് ഡിവൈസ് അറിയില്ല, മറ്റേ സിമിലി മെറ്റഫോർ, അതേപോലത്തെ ഒരു ഇൻട്രോഗേറ്റീവ് ഫോമിലാണ് ഈ ക്വസ്റ്റ്യൻ, ഈ ടൈറ്റിൽ. ഇത് ഡയറക്റ്റ്ലി അഡ്രസ് ദ റീഡർ ആൻഡ് ക്രിയേറ്റ്സ് ഇമോഷണൽ അപ്പീൽ. ഇതൊരു പോയറ്റും റീഡറും തമ്മിലുള്ള ഒരു ഇമോഷണൽ അപ്പീലാണ് കാണുന്നത്, കാരണം നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണത്. ഇറ്റ് ആൾസോ റിഫ്ലക്ട് ലോങ് ആൻഡ് ഡിസയർ ഫോർ റിമെമ്പറൻസ്. ദ ക്വസ്റ്റ്യൻ ഫോം മേക്സ് ദ ടൈറ്റിൽ മോർ എൻഗേജിംഗ്, ദ ബോത്ത് റെക്രോട്ടിക്കൽ ആൻഡ് എക്സ്പ്രസീവ്. ഇത് കാണിക്കുന്ന ഡിസയർ ഫോർ റിമെമ്പറൻസ് ആണ്, ഓർമ്മിക്കപ്പെടാനുള്ള ഒരു ആഗ്രഹമാണ് ഈ റിമെമ്പർ മീ എന്നുള്ള പോയറ്റിലൂടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഈ ടൈറ്റിൽ കാണുന്നത് കൂടെ ഒരു പോയറ്റും റീഡറും തമ്മിലുള്ള ഒരു എൻഗേജിംഗ് വരികയാണ്. ദിസ് ഇറ്റ് ബോത്ത് റെട്രോട്ടിക്കൽ ആൻഡ് എക്സ്പ്രസീവ്. Second question, what is literary canon? ഇതെന്താണെന്ന ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി വർക്ക്സ്. ദീസ് വർക്ക്സ് ആർ വൈഡലി ആക്സെപ്റ്റഡ്. ദേ ആർ സ്റ്റഡീസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലിറ്റററി വർക്കിനെയാണ് ലിറ്റററി കാനൻ എന്ന് പറയുന്നത്. ഇത് എല്ലായിടത്തും ആക്സെപ്റ്റ് ചെയ്തൊരു സാധനമാണ് ലിറ്റററി കാനൻ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്, ഈ ലിറ്റററി കാനൻ. തേർഡ് ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ. ഡാർക്ക് സ്കിൻ എന്താണ് ഈ ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ? അത് കിട്ടുന്നതായിരിക്കണം. ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നത് തന്നെ ബ്ലാക്ക് ഐഡന്റിറ്റിയാണ്. ഇത് ഷോസ് പ്രൈഡ് ഇൻ ബ്ലാക്ക് ഐഡന്റിറ്റി. ഈ ബ്ലാക്ക് വർക്കാർ അവരുടെ ബ്ലാക്കിൽ പ്രൈഡ് ചെയ്യാൻ വേണ്ടി കാണാൻ ഈ അതായത് പ്രൈഡ് അഭിമാനിക്കാൻ വേണ്ടി കാണാനാണ് ബ്ലാക്ക് ഐഡന്റിറ്റി ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നത്. ഇറ്റ് റിജക്ട് റെസിസം തന്നെ അവോയ്ഡ് ചെയ്യണം. ഇറ്റ് പ്രൊമോട്ട് സെൽഫ് റെസ്പെക്റ്റിനെ ഇത് സപ്പോർട്ട് ചെയ്യണം. എന്ത് ഈ ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ എന്നൊരു വേർഡ് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഓട്ടം പേഴ്സോണിഫൈഡ് ഇൻ വെൻ ഓട്ടം കെയിം? അതായത് ഓട്ടത്തിനെ പേഴ്സോണിഫൈഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു പേഴ്സൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ ജീവനില്ലാത്തൊരു വസ്തുവിന് കൊടുക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഓട്ടം ഈസ് ഗിവൺ ഹ്യൂമൻ ക്വാളിറ്റീസ് ഇൻ ദ പോയം. ഈ പോയത്തിൽ ഹ്യൂമൻ്റെ ക്വാളിറ്റീസ് ഒക്കെ ഓട്ടമിന് നൽകുന്നത്. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്രിങ്ങിങ് ചേഞ്ച് ആൻഡ് മൂവ്മെൻറ്റ്. ഇത് പറയുന്നത് ചേഞ്ച് വരുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഓട്ടം സീസൺ വരുന്നത് കൂടി തന്നെ മാറ്റങ്ങളും മൂവ്മെൻറ്റും എല്ലാം കൊണ്ടുവരുന്നു. ദ സീസൺ അപ്പിയേഴ്സ് ആക്റ്റീവ് ആൻഡ് ലൈവ്ലി. ഈ സീസൺ വരുന്നത് കൂടെ ആക്റ്റീവ് ആകുന്നു. ഈ സീസൺ ആക്റ്റീവ് ആയിക്കാണ്ട് ലൈവിലായിക്കാണ്ട് നിൽക്കുന്നു. പേഴ്സോണിഫിക്കേഷൻ മേക്സ് ദ പോയം മോർ വിവിഡ്. ഈ ഓട്ടം സീസണിന് പേഴ്സോണിഫിക്കേഷൻ നൽകുന്നതുകൊണ്ട് ഈ പോയം കൂടുതൽ ബ്യൂട്ടി ആയി തോന്നുന്നു. ഇറ്റ് ഹെൽപ്സ് റീഡേഴ്സ് കണക്ട് ഇമോഷണലി. ഇത് അതുകൊണ്ട് തന്നെ റീഡേഴ്സിന് ഇമോഷണലി കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സോങ് ഡസ് ലീ ആസ്ക് ഹിസ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ ടു സിംഗ്? അതായത് ലീ മദറിനോടും ഗ്രാൻഡ് മദറിനോടും പാടാൻ പറയുന്ന സോങ് ഏതാണ് ക്വസ്റ്റ്യൻ. ലീ ആസ്ക് ദം ടു സിംഗ് ട്രഡീഷണൽ സോങ്സ്. ദീസ് സോങ്സ് റിഫ്ലക്ട് കൾച്ചറൽ ഹെറിറ്റേജ്. ലീ തൻ്റെ പണ്ടത്തെ സോങ്ങുകളാണ് പാടാൻ പറയുന്നത്. അത് അവരുടെ സംസ്കാരത്തിൻ്റെ പൈതൃകം റിഫ്ലക്ട് ചെയ്യുന്നു. ദേ കണക്ട് ഹിം ടു ഹിസ് റൂട്ട്സ്. അത് അവരുടെ റൂട്ടിനോട് കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവരെങ്ങനെയാണ് വലുതായി വന്നത്, അവരുടെ പണ്ടത്തെ ജീവിത രീതിയായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നു. ഇറ്റ് ഷോസ് ലവ് ഫോർ ഫാമിലി ട്രഡീഷൻസ്. ഇറ്റ് ആൾസോ ഹൈലൈറ്റ് കൾച്ചറൽ ഐഡന്റിറ്റി. അതുപോലെ തന്നെ ഒരു ഫാമിലി ആയിക്കാണ് തുടർന്നുകൊണ്ടിരുന്ന ട്രഡീഷനൊക്കെ ഇത് അവരെത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് കാണുന്നു. അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി ഹൈലൈറ്റ് ചെയ്യുന്നു. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സുണ്ടർ ആസ്പയർ ഫോർ? ടെൻസിൻ സുണ്ടോ ആസ്പയർസ് ഫോർ ഫ്രീഡം ഓഫ് ടിബറ്റ്. ടിബറ്റിൻ്റെ ഫ്രീഡമാണ് ടെൻസിൻ സുണ്ടോ ആഗ്രഹിക്കുന്നത്. ഈ ഡ്രീംസ് ഓഫ് റിട്ടേണിംഗ് ടു ഹിസ് ഹോംലാൻഡ്. തൻ്റെ രാജ്യത്തിലേക്ക്, തൻ്റെ ഹോംലാൻഡിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഹിസ് റൈറ്റിംഗ് റിഫ്ലെക്ട്സ് എക്സൈൽ ആൻഡ് സ്ട്രഗിൾ. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിനൊക്കെ എക്സൈൽ എന്നാൽ നാടുകടത്തലും സ്ട്രഗിളൊക്കെ കാണിക്കുന്നു. ഈ എക്സ്പ്രസസ് പെയിൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആയ പെയിന് കാണാം. ദസ് ഹി ഹോപ്സ് ഫോർ ഐഡന്റിറ്റി ആൻഡ് ഫ്രീഡം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണ്? ഐഡന്റിറ്റിയും അതുപോലെ ഫ്രീഡമാണ്. എക്സൈൽ ആയിക്കാണ്ട് രാജ്യത്തിലേക്ക് പോയാൽ, അതായത് നാട് കടത്തപ്പെട്ടാൽ പിന്നെ സ്വന്തമായ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ്. കാരണം വേറെ രാജ്യത്തല്ല, നമുക്കൊരു കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ പേര് എഴുതാനില്ലാതാവാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ ഹോംലാൻഡിലേക്ക് തിരിച്ചു പോകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡ്രീം. അതുപോലെ തന്നെ ഐഡന്റിറ്റിയും ഫ്രീഡവും കിട്ടണമെന്നും ആഗ്രഹിക്കുന്നു. സെവൻത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്ലാക്ക് ബ്ലഡ്. ബ്ലാക്ക് ബ്ലഡ് എന്താണ്? ബ്ലാക്ക് ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലാക്കാര ബ്ലഡ് അതാണ് പറയുന്നത്. ബ്ലാക്ക് ബ്ലഡ് സിംബലൈസേഴ്സ് റേഷ്യൽ ഐഡന്റിറ്റി. അവരുടെ ഐഡന്റിറ്റി, വർഗീയമായ ഒരു ഐഡന്റിറ്റിനെയാണ് സിംബലൈസ് ചെയ്യുന്നത് ബ്ലാക്ക് ബ്ലഡ്. ഇറ്റ് റിഫ്ലെക്ട്സ് പ്രൈഡ് ഇൻ ബ്ലാക്ക് ഹെറിറ്റേജ്. ബ്ലാക്കാരുടെ അന്തസ്സിനെ അല്ലെങ്കിൽ അഭിമാനം കാണിക്കുന്നു ഈ ബ്ലാക്ക് ബ്ലഡ്. ദ ഫ്രൈസസ് ആൾസോ ഷോസ് സഫറിങ് ആൻഡ് സ്ട്രഗിൾ. അതുപോലെ തന്നെ ബ്ലാക്കാരുടെ സ്ട്രഗിളിനെയും സഫറിങ്ങിനെയും കാണിക്കുന്നു. അതായത് രണ്ടും ബുദ്ധിമുട്ടിനെ കാണിക്കുന്നു. ഇറ്റ് റെപ്രസെൻറ്റ് ഹിസ്റ്ററി ഓഫ് ഓപ്പറേഷൻ. അതുപോലെ തന്നെ അവർ അനുഭവിച്ച ചരിത്രങ്ങളിൽ അനുഭവിച്ച അടിച്ചമർത്തലുകളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദിസ് ഇറ്റ് ഹാസ് ബോത്ത് പെയിൻ ആൻഡ് പ്രൈഡ്. ഈ ബ്ലാക്ക് ബ്ലഡിൽ അവരുടെ പ്രൈഡും ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ സങ്കടങ്ങൾ, സഫറിങ്സും ഈ ബ്ലാക്ക് ബ്ലഡിൽ വരുന്നുണ്ട്. ബ്ലാക്ക് ബ്ലഡ് എന്ന് പറയുമ്പോൾ അവർക്ക് അഭിമാനമുണ്ട്, അതിനോടൊപ്പം തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഇത് ചൂണ്ടിക്കാട്ടുന്നു. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദർ വാസ് എ കൺട്രി അബൌട്ട്? ദർ വാസ് എ കൺട്രി ആണ് അവിടെ ഒരു കൺട്രി ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? ദ പോയം ഈസ് അബൌട്ട് വാർ ആൻഡ് ലോസ്. യുദ്ധം, നഷ്ടങ്ങളൊക്കെയാണ് ഈ പോയം ചൂണ്ടിക്കാട്ടുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ നൈജീരിയൻ സിവിൽ വാർ. നൈജീരിയൻ സിവിൽ വാർ നടന്ന സമയത്തുള്ള നഷ്ടങ്ങളെയും ഡിസ്ട്രക്ഷങ്ങളെയും ഒക്കെയാണ് ഈ പോയത്തിൽ പറയുന്നത്. ഇറ്റ് ഷോസ് സഫറിങ് ഓഫ് പീപ്പിൾ.
ദ പോയറ്റ് എക്സ്പ്രസസ് സാഡ്നസ് ആൻഡ് മെമ്മറി. ഇറ്റ് ഹൈലൈറ്റ്സ് ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ആ വാർ കാരണമായ ബുദ്ധിമുട്ടുകളും ആ സമയത്ത് പീപ്പിളുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെയും സഫറിങ്സിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടായ സാഡ്നെസ്സും ആൻഡ് മെമ്മറിയെയും ആ സമയത്ത് ഉണ്ടായ മെമ്മറികളെല്ലാം കവി ഓർമ്മിച്ചെടുക്കുകയാണ് ത്രൂ ദിസ് പോയം ദർ വാസ് എ കൺട്രി. 9th question, why do villagers build wider doors? എന്തിനാണ് വില്ലേജസ് വലിയ ഡോറുകൾ ഉണ്ടാക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ, വില്ലേജസ് ബിൽഡ് വൈഡർ ഡോർസ് ഫോർ ഈസി മൂവ്മെന്റ്. ഓക്കെ, പെട്ടെന്നുള്ള മൂവ്മെന്റിന് വേണ്ടിയാണ് അവർ വലിയ ഡോറുകൾ ഉണ്ടാക്കുന്നത്. ഇറ്റ് മേ ബി ഫോർ സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ്. ഇത് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നു, അതുപോലെ തന്നെ കൺവീനിയൻസ് ആണ്, അതുപോലെ സുരക്ഷയ്ക്കും ഇതിനു വേണ്ടിയാണ് വൈഡർ റോഡുകൾ ഉണ്ടാക്കുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ദയർ ലൈഫ് സ്റ്റൈൽ ആൻഡ് നീഡ്സ്. തുറന്നു കാട്ടുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ആവശ്യങ്ങളൊക്കെയാണ്. ഇറ്റ് ആൾസോ ഷോസ് പ്രിപ്പയർനെസ് എന്ന് വെച്ചാൽ തയ്യാറെടുപ്പ് എന്നാണ്. പ്രിപ്പറേഷൻ അറിയാലോ, പ്രിപ്പയർനെസ് എന്ന തയ്യാറെടുപ്പ്. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ആൻഡ് സിംബോളിക്. ഇത് അവരുടെ ഒരു സിമ്പിളാണ്. അതുപോലെ തന്നെ അവർ പ്രാക്ടിക്കൽ ആയിക്കാണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം പെട്ടെന്നുള്ള മൂവ്മെന്റും പെട്ടെന്നുള്ള അകത്തേക്ക് കടക്കാനുള്ള മൂവ്മെന്റിനും സേഫ്റ്റിക്കൊക്കെ വേണ്ടിയാണ് അവർ വൈഡർ ഡോറുകൾ ഉണ്ടാക്കുന്നത്. 10th question, why are villagers not afraid of the corpse? കോപ്സിന് എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ് ഭയപ്പെടാത്തത്? കോപ്സ് എന്ന് വെച്ചാൽ ഡെഡ് ബോഡി, ശവം. ഓക്കെ, വില്ലേജസ് ആർ യൂസ്ഡ് ടു സച്ച് സിറ്റുവേഷൻ. അവർ എപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ദേ ആക്സെപ്റ്റ് ഡെത്ത് ആസ് പാർട്ട് ഓഫ് ലൈഫ്. അതുകൊണ്ട് തന്നെ ഡെത്ത് അവർ പാർട്ട് ഓഫ് ലൈഫ് ആണെന്ന് അവർ ആക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോപ്സ് കാണുമ്പോൾ, ശവശരീരം കാണുമ്പോൾ ദേ ആർ നോട്ട് അഫ്രൈഡ്. ദെയർ ബിലീഫ്സ് റെഡ്യൂസ് ഫിയർ. കാരണം അവർക്ക് അത്രത്തോളം വിശ്വാസമുണ്ട്. സോ അത് തന്നെ അവർക്കൊരു ഭയമില്ല. ദേ റിമെയിൻ കാം ആൻഡ് പ്രാക്ടിക്കൽ. ദിസ് ദേ ആർ നോട്ട് ഫ്രൈറ്റൻഡ്. അവർക്കറിയാം മരണം എന്നൊരു സാധനം നടക്കാൻ പോകുന്നതാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. സോ ദേ ആർ പ്രാക്ടിക്കൽ ആൻഡ് ദേ ആർ നോട്ട് ഫ്രൈറ്റൻഡ്. Who is Mrs. Hutchison? ആരാണ് മിസ്സിസ് ഹച്ചിസൺ എന്ന ക്വസ്റ്റ്യൻ. മിസ്സിസ് ഹച്ചിസൺ is a character in the story. She is an ordinary woman. Hutchison is a character in the story and she is a already woman. She becomes a victim in the narrative. അവളൊരു ഇരയായി മാറുകയാണ്. Her role highlights social cruelty. അവളുടെ റോളിലൂടെ സോഷ്യലി നടക്കുന്ന ക്രൂവാലിറ്റി പുറത്തു കൊണ്ടുവരികയാണ്. ഇറ്റ് ഷോസ് ഇൻജസ്റ്റിസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ നടക്കുന്ന അന്യായം കാണുകയാണ് ത്രൂ ദ ക്യാരക്ടർ ഓഫ് മിസ്സിസ് ഹച്ചിസൺ. 12th question, who is the central character in Death and the King's Horseman? Death and the King's Horseman central character ആരാണ് ക്വസ്റ്റ്യൻ. The central character is Ellison Oba. He is the King's Horseman. രാജാവിന്റെ കുതിരക്കാരനായ എലിസൺ ഒബയാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ. ഹി ഹാസ് എ ഡ്യൂട്ടി ടു ഫോളോ ട്രഡീഷൻ. അദ്ദേഹത്തിന് ഒരു കടമയുണ്ട്, ഇപ്പോൾ ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു കടമയുണ്ട്. ഹിസ് ആക്ഷൻസ് അഫക്ട് ഹെർ സ്റ്റോറി ഡീപ്ലി. അദ്ദേഹത്തിന്റെ ആക്ഷൻസ് ഒക്കെ ഈ സ്റ്റോറിയെ നന്നായി ബാധിക്കുന്നുണ്ട്. ഹി റെപ്രസെന്റ്സ് കൾച്ചറൽ വാല്യൂസ്. സാംസ്കാരിക വാല്യൂകൾക്കൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എലിസൺ ഒബ ഇൻ ദ സ്റ്റോറി ഓഫ് ഡെത്ത് ആൻഡ് ദ കിങ്സ് ഹോഴ്സ്മാൻ. Who is the 13th question? Who is the second child of the tyrants? The second child is Edmund Tyrant. He is sensitive and thoughtful. He suffers from illness. His character reflects emotional depth. He plays an important role. ഈ സെക്കൻഡ് ചൈൽഡായ എഡ്മണ്ട് ടൈറന് ഈ പ്ലേയിൽ നല്ലൊരു റോളുണ്ട്. അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖമുണ്ട്, ഇൽനെസ് ഉണ്ട്. ഹിസ് ക്യാരക്ടർ റിഫ്ലക്ട് ഇമോഷണൽ ഡെപ്ത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലൂടെ നല്ലോണം ഈ സ്റ്റോറിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ 13th question. നെക്സ്റ്റ് 14th question. ടു വിച്ച് എത്നിക് ഗ്രൂപ്പ് ഡസ് ഹസൻ ബിലോങ്? ഏത് ഗ്രൂപ്പിലാണ് ഹസൻ പെടുന്ന ക്വസ്റ്റ്യൻ. ഹസൻ ബിലോങ്സ് ടു ദ ഹസാര കമ്മ്യൂണിറ്റി. ഹസാര കമ്മ്യൂണിറ്റിയിലാണ് ഹസൻ ഉള്ളത്. ദേ ആർ മൈനോറിറ്റി ഗ്രൂപ്പ് ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ ഒരു മൈനോറിറ്റി ഗ്രൂപ്പാണ് ഈ ഹസാര കമ്മ്യൂണിറ്റി. ദേ ഫേസ് ഡിസ്ക്രിമിനേഷൻ. ഹിസ് ഐഡന്റിറ്റി അഫക്ട്സ് ഹിസ് ലൈഫ്. ഇറ്റ് ഹൈലൈറ്റ്സ് സോഷ്യൽ ഇൻഇക്വാലിറ്റി. അതായത് ഈ ഹസാര കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ അടിച്ചമർത്തലിന് വിധേയമായ കമ്മ്യൂണിറ്റിയാണ്. അതായത് ദേ ഫേസ് ഡിസ്ക്രിമിനേഷൻ. അതായത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അയാളുടെ ഐഡന്റിറ്റി ഹസാര എന്ന ഐഡന്റിറ്റി കാരണം അദ്ദേഹത്തിന് ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിലൂടെ സോഷ്യൽ ഇൻഇക്വാലിറ്റി ഹൈലൈറ്റ് ചെയ്യുന്നു. 15th question. Who is Karam Kate in the film? ഫിലിമിലെ Karam Kate ആരെന്ന ക്വസ്റ്റ്യൻ. Karam Kate is a character in the film. He plays an important role in the story. His actions influence events. He represents certain social ideas. This is a key figure. അതായത് Karam Kate ഒരു ഫിലിമിലെ ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം പല സോഷ്യൽ ഐഡിയാസിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫിലിമിൽ. അതുകൊണ്ട് തന്നെ ഹീസ് ദ കീ ഫിഗർ, അതായത് ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ്. അവൻ്റെ റോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് ഈ ഒരു സ്റ്റോറിയിൽ.